നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സതീശൻ ജയിക്കുകയല്ല, പിണറായി തോൽപ്പിക്കപ്പെടുകയായിരുന്നു. ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മത്സരത്തിൽ വിജയിച്ചു എന്നത് വലിയ കാര്യമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പ്രതീക്ഷയോടെ പോരാടാനുള്ള ഉണർവ് ഈ വിജയം നൽകുന്നു എന്നതാണ് വലിയ കാര്യം. തോൽക്കുകയായിരുന്നെങ്കിൽ ഇടതുമുന്നണി മൂന്നാം തവണയും അനായാസം കടന്നുകൂടുമെന്ന വിശ്വാസം ശക്തമാകുമായിരുന്നു. ഇപ്പോൾ പോരാടാനുള്ള സാധ്യത ഉണ്ട് എന്ന ശുഭാപ്തി വിശ്വാസം മുന്നണിക്ക് കൈവരുന്നു. അതുകൊണ്ട് മുന്നണിക്കേറെ അഭിമാനിക്കാവുന്ന വിജയമാണ് നിലമ്പൂരിലുണ്ടായതെന്ന് പറയാനുമാവില്ല. ആകെ പോൾ ചെയ്ത 1,75,989 വോട്ടിൽ 77,737 വോട്ട് നേടിയാണ് ഷൗക്കത്ത് നിയമസഭയിൽ എത്തുന്നത്. കരുളായി ഒഴികെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ വരെ ഷൗക്കത്ത് ലീഡ് ചെയ്തു. എതിരാളിയായ ഇടതുമുന്നണിയിലെ CPMലെ M സ്വരാജിന് 66,660 വോട്ടും ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് കാരണമായ PV അൻവർ 19,760 വോട്ടും BJPയുടെ മോഹൻ ജോർജ് 8,648 വോട്ടും SDPIയുടെ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടി 2,076 വോട്ടും നേടി. നോട്ടയ്ക്ക് 630 വോട്ട് കിട്ടി. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷമാണിത്. ഇതാണ് കേരളത്തിലെ ഭൂരിപക്ഷം പേരും പ്രതീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം. കേരള രാഷ്ട്രീയത്തെ ഇത്തിരി ഗൗരവത്തിലെടുക്കുന്ന ആരും മറിച്ചൊരു ഫലം പ്രതീക്ഷിച്ചിരിക്കില്ല. സാംസ്കാരിക നായകന്മാർ എന്ന മൂടുപടമിട്ട് CPMന് വേണ്ടി വായ്ത്താരിയിടാൻ വന്ന കുറെ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാർ കണ്ട സ്വപ്നം എന്തായിരുന്നുവെന്ന് പറയാനാവില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ മുന്നണി അവകാശപ്പെടുന്നത് പോലെ മുന്നണിയുടെയോ അതിന്റെ നായകനായ സതീശന്റെയോ നേട്ടമല്ല. പക്ഷേ CPM സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിലും പിണറായിയുടെ തോൽവി തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതു സർക്കാരിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റാണ്. 2016 മുതൽ അവരുടെ കൈവശം ഇരുന്നിരുന്ന സീറ്റാണ് കൈമോശം വന്നിരിക്കുന്നത്. എന്നിട്ടും ഭരണവിരുദ്ധ വികാരമല്ല പ്രതിഫലിക്കപ്പെട്ടതെന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജും തല്ലണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന മരുമകനെ പോലെ കണ്ണടച്ച് ഇരുട്ടാക്കി കേരള ഭരണം 2026 ജനാധിപത്യ മുന്നണിക്ക് വെള്ളിത്താലത്തിൽ കൈമാറുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. 2011 ശേഷം നിലമ്പൂരിൽ നിന്നും കോൺഗ്രസ് ജയിച്ചിട്ടില്ലെങ്കിലും ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ കോൺഗ്രസുകാരനായ PV അൻവർ 81,227 വോട്ട് നേടി വിജയിച്ചു. കോൺഗ്രസിലെ VV പ്രകാശ് 78,527 വോട്ട് നേടി. BJP 8,595 വോട്ട് നേടി. SDPIയുടെ K ബാബുമണി 3,281 വോട്ടും നോട്ട 409 വോട്ടും നേടി. ആകെ വോട്ടിന്റെ 46.9% അൻവർ നേടിയത്. കോൺഗ്രസിലെ പ്രകാശിന് കിട്ടിയത് 45.34% വോട്ട്. BJPക്ക് കിട്ടിയത് 4.96% വോട്ട്. മുസ്ലിം തീവ്രവാദ പാർട്ടിയായി കരുതപ്പെടുന്ന SDPIക്ക് കിട്ടിയത് 1.89% വോട്ട്. 2025 ഈ ഉപതെരഞ്ഞെടുപ്പിൽ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച കോൺഗ്രസിന് 2021 790 വോട്ട് കുറയുകയായിരുന്നു. വോട്ട് ശതമാനം 2021 45.34% നിന്നും 44.17% കുറഞ്ഞു. CPMന് കൃത്യമായി പറഞ്ഞാൽ ഇടതുമുന്നണിക്ക് 14,567 വോട്ട് കുറഞ്ഞു. വോട്ട് ശതമാനം 46.9% നിന്നും 37.88%. ഈ ശതമാനക്കുറവിനും തോൽവിക്കും അവർക്ക് കൃത്യമായി മറുപടിയുണ്ട്. ഇടതുമുന്നണിയും കോൺഗ്രസ് വിമതനും കൂടി നേടിയതാണ് 2021 46.9%. വിമതൻ മുന്നണി വിട്ടപ്പോൾ അത് ചോർന്നു. നിലമ്പൂരിലെ മത്സരം പല കാരണങ്ങൾ കൊണ്ടും ഗൗരവമായി എടുക്കാതിരുന്ന BJP 2021 58 വോട്ട് കൂടുതൽ നേടിയെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും അവരുടെ വോട്ട് ശതമാനം 2021 4.96% നിന്നും 4.91% കുറഞ്ഞു. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 11.23% വോട്ട് പിടിച്ച് അത്ഭുതപ്പെടുത്തി. SDPIക്ക് 2021 1.89% വോട്ടാണ് ലഭിച്ചത്. 2025 അത് 1.18% കുറഞ്ഞു. എല്ലാ പാർട്ടിക്കാർക്കും വോട്ടിലെ ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ ഉണ്ടായത്. എക്കാലവും മികച്ച രീതിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന നിലമ്പൂരിലെ വോട്ടർമാർ ഇക്കുറിയും അവരുടെ പാരമ്പര്യം നിലനിർത്തി. 74.35% പേരും വോട്ട് ചെയ്തു. 2021 75.23% പോളിംഗ്. അതായത് ഉപതെരഞ്ഞെടുപ്പിൽ 1% കുറവായിരുന്നു പോളിംഗ് ശതമാനം. 2016 78.87 പോളിംഗ് ശതമാനം.
അന്ന് PV അൻവർ 11,504 വോട്ടിന് ഷൗക്കത്തിനെ തോൽപ്പിച്ചു. 2011 77.96 ആയിരുന്നു പോളിംഗ് ശതമാനം. കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദ് CPM-ലെ K തോമസ് മാത്യുവിനെ 5,598 വോട്ടിന് തോൽപ്പിച്ചു. കോൺഗ്രസും ലീഗും ഒന്നിച്ചു നിന്നാൽ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാവുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്നതാണ് ചരിത്ര സത്യം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകൽ, ചുങ്കത്തറ, കരുളായി, അമരമ്പലം എന്നീ 7 പഞ്ചായത്തുകളും ചേർന്നതാണ് മണ്ഡലം. 2021 അമരമ്പലം, എടക്കര, കരുളായി, പോത്തുകൽ, വഴിക്കടവ് പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അൻവറിനായിരുന്നു ലീഡ്. ഇക്കുറി കരുളായി ഒഴികെ എല്ലായിടത്തും ഷൗക്കത്ത് ലീഡ് ചെയ്തു. ഇന്നത്തെ മണ്ഡലമുണ്ടായ ശേഷം 1967 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അടങ്ങുന്ന സപ്തകക്ഷി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM-ലെ K കുഞ്ഞാലി വിജയിച്ചു. 1970 ലീഗ് അടങ്ങുന്ന കോൺഗ്രസ് മുന്നണിയിലെ MP ഗംഗാധരൻ ജയിച്ചു. 1977 ഇതേ മുന്നണിയിൽ ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. 1980 CPM പിന്തുണയോടെ കോൺഗ്രസിലെ C ഹരിദാസ് വിജയിച്ചിട്ടുണ്ട്. തുടർന്ന് ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. 1977 ലീഗ് പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച ആര്യാടൻ 1980 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു. 1982 കോൺഗ്രസ് വിമതനായി മത്സരിച്ച TK ഹംസയും ജയിച്ചു. 1987 മുതൽ 2011 വരെ ലീഗ് കോൺഗ്രസ് മുന്നണിയിലെ ആര്യാടൻ മുഹമ്മദ് മണ്ഡലം നിലനിർത്തി. 2016 കോൺഗ്രസ് വിമതനായ PV അൻവറാണ് പിന്നീട് മണ്ഡലം ചോപ്പിച്ചത്. 2006 ആര്യാടൻ മുഹമ്മദ് 53.6% വോട്ടും CPM-ലെ ശ്രീരാമകൃഷ്ണൻ 42.7% വോട്ടും നേടിയ മണ്ഡലമാണിത്. എന്നാൽ 2011 സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിന് 48.6% വോട്ടേ സമാഹരിക്കാനായുള്ളൂ. CPM-ലെ തോമസ് മാത്യു 44.5% വോട്ട് നേടി. 2016 CPM കോൺഗ്രസ് വിമതനായ PV അൻവറെ ഇറക്കി. അൻവർ 77,858 വോട്ട് നേടി. മൊത്തം വോട്ടിന്റെ 47.91%. കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയത് 66,354 വോട്ട് മാത്രം, അതായത് 40.83%. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ഷൗക്കത്തിന് വോട്ട് നഷ്ടപ്പെട്ടു. ഇതേ തുടർന്നാണ് 2021 ഷൗക്കത്തിനെ മാറ്റി പ്രകാശിനെ നിർത്തിയത്. അദ്ദേഹം മണ്ഡലം തിരിച്ചുപിടിച്ചില്ലെങ്കിലും വോട്ട് ശതമാനം 45.34 ഉയർത്തി. കോൺഗ്രസും ലീഗും ഒന്നിച്ച് ഉറച്ചുനിന്നാൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് വ്യക്തം. കുറെ മുസ്ലിം വോട്ട് പിടിക്കാനാവുന്ന കോൺഗ്രസ് വിമതരിലൂടെ മാത്രമേ CPM-ന് മണ്ഡലം പിടിക്കാനാവൂ. അല്ലാതെ സാക്ഷാൽ പിണറായി വിജയൻ മത്സരിച്ചാലും ജയിച്ചു കയറാനാവാത്ത മണ്ഡലമാണിത്. കുടിയേറ്റ ക്രൈസ്തവരുടെ കുറെ വോട്ട് സമാഹരിക്കാൻ സാധിച്ചേക്കാവുന്ന VS ജോയിയെ പോലുള്ളവർക്കും ജയസാധ്യത ഉണ്ടാവാം. ഈ മണ്ഡലത്തിലാണ് CPM ഇക്കുറി പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷിച്ചത്. M സ്വരാജ് നന്നായി സംസാരിക്കുന്ന നേതാവാണെങ്കിലും ജനങ്ങളുമായി അങ്ങനെ ഇടപഴകുന്ന ഒരു നേതാവല്ല എന്നതാണ് സംസാരം. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. നന്നായി പ്രസംഗിക്കും, ഗൃഹപാഠം ചെയ്യും, വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. പക്ഷേ പ്രവർത്തകരുടെ വീടുകളിലെ വിവാഹത്തിനോ മരിച്ചടക്കിനോ ഒന്നും എത്തണമെന്നില്ല. എങ്കിലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ 2021 VV പ്രകാശിന് ലഭിച്ചതുപോലുള്ള ഹിന്ദു പിന്തുണയും PDP-യുടെ പിന്തുണയിലൂടെ ലഭിക്കുന്ന മുസ്ലിം തീവ്രവാദി വോട്ടുകളും PV അൻവറിനുണ്ടാക്കാനാവുന്ന പിണറായി വിരുദ്ധ വോട്ടിലെ ഭിന്നിപ്പും BJP-യുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥി പിടിച്ചേക്കാവുന്ന കുടിയേറ്റ വോട്ടുകളും ചോർന്നു പോകുന്ന ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാനാവും എന്ന് അവർ കരുതിയിരിക്കണം. ഈ ഘടകങ്ങളെല്ലാം പ്രവർത്തിച്ചെങ്കിലും സ്വരാജിന് ജയിക്കാനായില്ല. അത് ജനാധിപത്യ മുന്നണിക്കാരുടെ ഭാഗ്യം. മണ്ഡലത്തിലെ സാന്നിധ്യം അറിയിക്കുന്നതിനു വേണ്ടി മോഹൻ ജോർജിനെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയാക്കിയ BJP-ക്ക് മാത്രമാണ് 2021 2025 വോട്ട് കൂടിയത്. പക്ഷേ വോട്ട് ശതമാനം 4.96 നിന്നും 4.91 കുറഞ്ഞു. 2016 NDA-യുടെ BDJA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട് 12,284 വോട്ട് നേടിയ മണ്ഡലമാണിത്. 7.56% വോട്ട് ഗിരീഷ് മേക്കാട്ട് നേടി. നിലമ്പൂരിലെ ഈഴവരുടെ വോട്ട് ആകെ സമാഹരിക്കുവാൻ അന്ന് ഗിരീഷിനായി. 2021 BJP-ക്ക് അതിനായില്ല. അവരുടെ വോട്ട് ശതമാനം 4.96 എന്നാൽ 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ 15% വോട്ട് പിടിച്ചു. അതുവെച്ച് നോക്കുമ്പോൾ മോഹൻ ജോർജിന് കിട്ടിയ വോട്ട് വളരെ കുറവാണ്. മുഖ്യധാര BJP-ക്കാർ മാറി നിന്നിട്ടും അദ്ദേഹത്തിന് 8,595 വോട്ട് നേടാനായി എന്നത് സൂചനയാണ്. കോൺഗ്രസിനൊപ്പം നിന്നവരിൽ ചോർച്ചയുണ്ടാകുന്നുണ്ട് എന്നതിന്റെ സൂചന.
ഇങ്ങനെ ഇളകി നിന്നവരും പിണറായി ജയിക്കരുതെന്ന ചിന്തയിൽ അവസാനം മോഹൻ ജോർജിനെ വിട്ടുപോയി എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലും കഴമ്പുണ്ട്. 2011 BJPയുടെ KC വേലായുധന് 4425 വോട്ടാണ് കിട്ടിയത്. അതായത് 3.25% എന്നതും കൂട്ടി വായിക്കണം. SDPIയുടെ പിന്തുണ കുറഞ്ഞു വരുന്നതായാണ് വോട്ടിംഗ് കണക്കുകൾ പറയുന്നത്. 2011 1291, അതായത് 1.88% വോട്ട് നേടിയ SDPI 2016 അത് 4751 ആക്കി, 2.92%. എന്നാൽ 2021 അത് 1.89 2025 അത് 1.18 കുറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം കണ്ട് കോൺഗ്രസ് അഹങ്കരിക്കരുത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കര അവരും നിലനിർത്തി. കോൺഗ്രസ് വിമതനിലൂടെ ഇടതുമുന്നണി പിടിച്ച നിലമ്പൂരിൽ വിമതൻ കൂറുമാറിയപ്പോൾ കോൺഗ്രസ് തന്നെ പിടിച്ചു. 1991 വരെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള ചേലക്കരയിൽ ഇടതുഭൂരിപക്ഷം കുറഞ്ഞു എന്നത് ജനാധിപത്യ മുന്നണിക്ക് നല്ല സൂചനയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളും ചേലക്കരയിലെ കുതിപ്പും കാണിക്കുന്നത് വോട്ടർമാർക്കിടയിൽ പിണറായിയോടുള്ള പകയാണ്. കോൺഗ്രസ് എന്തെങ്കിലും കൂടുതൽ നല്ല കാര്യം പറഞ്ഞതുകൊണ്ടോ പ്രവർത്തിച്ചതുകൊണ്ടോ അല്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചവരെല്ലാം 2026 ജയിക്കുമെന്ന് തീർച്ച പറയാനാവുമോ? തലസ്ഥാനത്ത് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജൂൺ 25 പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, 3ാം വട്ടവും പിണറായി വരും എന്ന് കേട്ടാൽ ജനം പേടിച്ചുവെന്ന് UDFന് വോട്ട് ചെയ്യുമെന്ന്. ശരിയാണ്. പക്ഷേ പാർട്ടി വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടും. നിഷ്പക്ഷരായ വോട്ടുകളാണ് ഇങ്ങനെ മാറുക. ഈ വോട്ടുകൾ പലയിടത്ത് പോയാലോ? അതാവും ജനാധിപത്യ മുന്നണിയുടെ വലിയ തലവേദന. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM സിറ്റിംഗ് സീറ്റായ അരൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ 2000-ലധികം വോട്ടിന് മണ്ഡലം തിരിച്ചുപിടിച്ചതാണ്. AM ആരിഫ് ജയിച്ച മണ്ഡലത്തിൽ ഷാനിമോൾ 69,356 വോട്ടും CPMലെ മനു C പുളിക്കൽ 67,227 വോട്ടുമാണ് നേടിയത്. എന്നിട്ടോ കോൺഗ്രസ് മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചും മറ്റുമുള്ള തർക്കങ്ങളിലായി. 2021 പിണറായി 2ാം വട്ടവും മുഖ്യമന്ത്രിയായി. CPM പ്രവർത്തകനായ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായത് അദ്ദേഹത്തിന് നേടാനായ 2 തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് കഴിവുള്ളവനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നത് രീതിയായി. ഏറെ ആഭ്യന്തര വിമർശനങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായി. അത് സഹിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളവർ സാഹിത്യകാരന്മാരടക്കം പഞ്ചഭുജമടക്കി നിന്ന് എല്ലാം സഹിക്കുമ്പോൾ അത്തരം ലക്ഷ്യങ്ങൾ ഇല്ലാത്തവരാണ് അമർഷം രേഖപ്പെടുത്തുന്നത്. ഇത്തരക്കാരിൽ ഒരാളെപ്പോലും അകറ്റാതിരിക്കുന്നിടത്താണ് എതിർപക്ഷത്തിന്റെ വിജയം. അവർ വോട്ട് ചെയ്യുമ്പോൾ അത് പ്രകടമാക്കുന്നു. കാതുകുത്തിയവനെ വിട്ട് കടുക്കനിട്ടവനെ പേറാൻ അവർ തയ്യാറാവില്ല. സതീശൻ പിണറായി പോലെ ധാർഷ്ട്യം പുലർത്തുന്നു എന്ന ചിന്ത പാർട്ടിയിലും പുറത്തും ശക്തമാകുന്നുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു, എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലല്ലോ എന്ന രമേശ് ചെന്നിത്തലയുടെ പരസ്യ പരിഭവത്തിന് കൂടുതൽ ആഴമുണ്ട്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കടക്കാനാവാതിരുന്ന സതീശൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന് ജനം കണ്ടതാണ്. കോൺഗ്രസിലെ ഹരിത MLA-മാർ അന്നെടുത്ത മലയോര കർഷക വിരുദ്ധ നിലപാടുകൾ എല്ലാവരും മറന്നിട്ടില്ല എന്ന് അൻവർ ഓർമ്മിപ്പിച്ചില്ലേ? അന്ന് ഹരിത സംഘമായിരുന്നു കസ്തൂരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലെല്ലാം കർഷക വിരുദ്ധ നിലപാടെടുത്തത്. അവരെല്ലാമാണ് ഇപ്പോൾ കോൺഗ്രസിലെ നടത്തിപ്പുകാർ. കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായെങ്കിലും കോൺഗ്രസ് പാർട്ടി ഫലത്തിൽ ഈ സംഘത്തിന്റെ കയ്യിലായി. ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചത് സതീശിന്റെ മിടുക്കുകൊണ്ടാണെന്ന മട്ടിൽ ചിത്രീകരിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവാകുന്നത് കൂടുതൽ ആപത്തുണ്ടാക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഡോക്ടർ സരിൻ കോൺഗ്രസ് വിടാനുണ്ടായ കാരണങ്ങളിലൊന്ന് സതീശിന്റെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അൻവറും അതുതന്നെ പറയുന്നു. ആപത്താണ് ഈ ശൈലി. പണ്ട് R ശങ്കർ പറയുമായിരുന്നു, തന്റെ നട്ടെല്ല് വളയാത്തതാണ് വിഷയമെന്ന്. അതെല്ലാ പാർട്ടിയിലും സർക്കാരിലും പദവികളുള്ളപ്പോൾ പലർക്കും തോന്നുന്നതാണ്. കരുണാകരൻ ശൈലി മാറ്റണമെന്ന A ഗ്രൂപ്പുകാരുടെ ആവശ്യവും വയസ്സുകാലത്ത് ഇനി തനിക്കതിന് സാധിക്കില്ലെന്ന കരുണാകരന്റെ നിലപാടുമാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കളഞ്ഞതും കോൺഗ്രസിനെ ദുരന്തത്തിലാക്കിയതും. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി പക്ഷത്തെ തോൽപ്പിക്കുവാൻ ഇതുകൊണ്ടാവില്ല. പിണറായി സർക്കാരിനോട് പകയുള്ള മുഴുവൻ പേരെയും ഒന്നിച്ചു നിർത്താൻ എതിർപക്ഷത്തിനാകണം. 1980 ഇന്ദിരാ കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ ദേശീയ തലത്തിൽ പോരാടുകയായിരുന്നു. എങ്കിലും 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട ജനതാ പാർട്ടിയെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കെതിരെ നിർത്താൻ കരുണാകരനായി. അതാണ് രാഷ്ട്രീയ തന്ത്രജ്ഞത. അത്തരം നേതൃത്വ പാഠവുമാണ് കോൺഗ്രസിന് വേണ്ടത്.
നിലമ്പൂരിൽ ഷൗക്കത്ത് ജയിച്ചു എന്നത് വാസ്തവം. പക്ഷേ പിണറായിയോട് പകയുള്ളവർ മുഴുവൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തോ? ഇല്ല. PV അൻവർ പിടിച്ച 20,000 വോട്ടും പിണറായി വിരുദ്ധ വോട്ടുകളാവില്ലേ? VS ജോയും VV പ്രകാശിന്റെ കുടുംബവും കോൺഗ്രസിൽ ഉറച്ചുനിന്നത് അവരുടെ അന്തസ്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഒഴുക്കുണ്ടായെന്ന് അൻവർ പറയുന്നതിൽ ഒരു കഴമ്പും ഇല്ലെന്നുണ്ടോ? 2021 ഷൗക്കത്ത് ശരിക്കു പിടിച്ചെങ്കിൽ പ്രകാശ് വിജയിക്കുമായിരുന്നില്ലേ? സ്ഥാനാർത്ഥിയായപ്പോൾ വോട്ട് ചോദിച്ചു പോലും ഷൗക്കത്തിന് പ്രകാശിന്റെ വീട്ടിലെത്താനായില്ല എന്ന സത്യം വ്യക്തമാക്കുന്നത് എന്താണ്? 2021 പ്രകാശിനെ ഷൗക്കത്ത് വലിച്ചു എന്നല്ലേ? ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പിടിച്ചെടുത്തു എന്നത് യാഥാർത്ഥ്യം. 2026 ഈ മണ്ഡലം നിലനിർത്താനാവുമോ എന്ന് ഉറപ്പുണ്ടോ? അന്ന് VS ജോയോ അതുപോലുള്ള ഒരു കോൺഗ്രസ് നേതാവോ റിബലായി വരില്ലെന്ന് ആര് കണ്ടു? ഇത്തരമൊരു റിബൽ വന്നാൽ അൻവറും സഹായിക്കില്ലേ? രാഷ്ട്രീയത്തിൽ രണ്ടും കൂടിയാൽ 4 ആവണമെന്നില്ല എന്നത് സത്യമാണ്. എങ്കിലും ഒരു സാധ്യതയാണ്, എല്ലാവരും ജോയിമാരാകില്ല. എനിക്ക് സീറ്റില്ലെങ്കിൽ പാർട്ടി വേണ്ടെന്ന് കരുതുന്നവർ ധാരാളമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരിക്കൽ MLA-യോ MP-യോ ആയാൽ മരണമോ തോൽവിയോ വരെ എനിക്ക് മണ്ഡലമെന്ന് കരുതുന്നവരുടെ കാലമാണിത്. അത്തരം ത്യാഗത്തിന് തയ്യാറായ VS ജോയിയെ അഭിനന്ദിക്കാനുള്ള ആർജവം VD സതീശനുണ്ടോ? പറവൂരിൽ നിന്ന് മാറണമെന്ന് പാർട്ടി പറഞ്ഞാൽ സതീശൻ സമ്മതിക്കുമോ? തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുന്നതിനും തിരിച്ചടി ഉണ്ടാവും. ഇത്തരത്തിലൊരു കൂട്ടമാണ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടാക്കുന്നത്. സമസ്തയെ പോലുള്ള മുസ്ലിം സംഘടനകൾ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ്. ലോകത്താകെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിന് 1941 ഓഗസ്റ്റ് 26 പാകിസ്ഥാനിൽ ലാഹോറിലെ ഇസ്ലാമിയ പാർക്കിൽ വെച്ച് സ്ഥാപിതമായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാം പണ്ഡിതനായ സയ്യിദ് അബ്ദുൽ മൗദൂദി മുസ്ലിം ബ്രദർഹുഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്ഥാപിച്ച സംഘടനയാണിത്. രാഷ്ട്രീയം വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വിശ്വസിച്ച മതനേതാവാണ് മൗദൂദി. പാകിസ്ഥാനിലെ ഏറ്റവും പുരാതനമായ മതപരമായ പാർട്ടിയാണിത്. നേതാവിനെ അമീർ എന്ന് വിളിക്കുന്നു. ഇന്ത്യ വിഭജനത്തിന് എതിരായിരുന്ന ഇവരാണ് പിന്നീട് പാകിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ ഏറെ പ്രവർത്തിച്ചത്. ഇന്നത്തെ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കപ്പെട്ടത് അലഹബാദിൽ 1948 ഏപ്രിൽ 16 1960 മുതൽ ഡൽഹിയിലാണ് ആസ്ഥാനം. 1975 മുതൽ 1977 വരെയും പിന്നീട് 1992 കോൺഗ്രസ് സർക്കാരുകൾ ജമാഅത്തെ ഇസ്ലാമിയെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നിരോധിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മതിയായ തെളിവില്ല എന്ന കാരണം പറഞ്ഞ് സുപ്രീം കോടതി നിരോധനം റദ്ദാക്കി. പലിശയ്ക്ക് പണമിടപാടുകൾ നടത്തുന്ന ബാങ്കുകൾ ഇല്ലാതാക്കുക, സ്ത്രീ പുരുഷ വേർതിരിവ് കൃത്യമാക്കുക, സ്ത്രീകൾ മുഖമർച്ച് നടക്കുക, മോഷണം, വ്യഭിചാരം തുടങ്ങിയ കുറ്റങ്ങൾക്ക് ഹുദൂദ് ശിക്ഷകൾ, അതായത് പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലൽ, ചാട്ടവാറടികൾ, കൈ വെട്ടിക്കളയൽ, കുരിശിൽ തൂക്കൽ, തടവു ശിക്ഷ, ഫൈനും സോഷ്യൽ സർവീസ് തുടങ്ങിയ ശിക്ഷകൾ ഏർപ്പെടുത്തുക, ശരിയായ നിയമം നടപ്പാക്കുക തുടങ്ങിയ പ്രമാണങ്ങളാണ് അവർക്കുള്ളത്. ഇതൊരു അന്തർദേശീയ മുസ്ലിം തീവ്രവാദ സംഘടനയാണ്. മുസ്ലിം രാഷ്ട്ര നിർമ്മിതി എന്ന അവരുടെ ലക്ഷ്യം കേരളത്തിൽ മാത്രമായി ഉപേക്ഷിക്കാനാവില്ല. അവർക്കങ്ങനെ ഇല്ലെന്ന് സതീശൻ പറഞ്ഞാൽ സമസ്ത പോലും വിശ്വസിക്കുമോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ലെന്ന് മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ കേരള അമീർ P. മുജീബ് വിശദീകരിച്ചു. 75 വർഷമായി ഞങ്ങളുടെ ഭരണഘടനയിൽ ഇതാണ് പറയുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഓരോ രാഷ്ട്രത്തിലെയും ഭരണഘടനയും നിയമവ്യവസ്ഥകളും അനുസരിച്ച് ജീവിക്കുകയാണ് ദൈവശാസന എന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ സഖ്യത്തെയാണ് പിന്താങ്ങുന്നത്. വഖഫ് നിയമത്തിനെതിരെ കോയമ്പത്തൂരിൽ CPM-മായി യോജിച്ച് പ്രക്ഷോഭം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. UDF-നെ പിന്താങ്ങിയപ്പോൾ മുതലാണ് ഞങ്ങൾക്ക് CPM-കാർക്ക് വർഗീയ പാർട്ടി ആയതെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മാറിയെന്ന് പറയണമെങ്കിൽ അവരുടെ സ്ഥാപക നേതാവിന്റെ ആശയം ഒഴിവാക്കണമെന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എന്നാൽ അവരുടെ നേതാവിന്റെ വാദത്തെ അവർ നിലനിർത്തുന്നു എന്നാണ് കാണുന്നതെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജൂൺ 25 കാന്തപുരം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പൊതു ഇസ്ലാമിക നിലപാടുകൾക്ക് എതിരാണ്. വ്യത്യസ്ത മതരാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഇന്ത്യയിൽ മതരാഷ്ട്രവാദവും മതാധിഷ്ഠിത നിയമസംഹിതയും അപ്രസക്തമാണെന്ന് സമസ്ത വിശ്വസിക്കുന്നു. മതവിശ്വാസികൾക്ക് അവരുടെ മതനിയമം പാലിക്കുവാനാകണം. അതിന് പ്രത്യേക പാർട്ടി വേണമെന്ന് പറയുന്നതാണ് മതരാഷ്ട്രവാദം. മതവ്യത്യാസമില്ലാതെ എല്ലാവരും മതരാഷ്ട്രവാദത്തിൽ നിന്നും വിട്ടുനിൽക്കണം. സമുദായ ഐക്യമെന്ന ഒറ്റ അജണ്ടയുമായി വന്ന് മുസ്ലിം വ്യതിയാന ചിന്തകളുടെ അക്രമാസക്തമായ താൽപര്യങ്ങളെ ഒളിപ്പിക്കുവാനാകില്ല. നിയമസഭയിലേക്ക് സീറ്റോ ഭരണത്തിൽ പങ്കാളിത്തമോ ഒന്നും ചോദിക്കാതെ പോലും അവർ പിന്താങ്ങാം. ഭരണം കിട്ടിയാൽ ഷൈലോക്കിനെ പോലെ വിലമേടിക്കും. മന്ത്രിമാരോ പദവികളോ ഇല്ലാതെ ഭരണത്തിന്റെ ആനുകൂല്യം നേടി ശക്തരാവും.
അവരുടെ അമീർ പറയുന്നിടത്ത് 21 മന്ത്രിമാരും മുട്ടുകുത്തേണ്ടി വരും. കേരളം ഈ വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അവിടെ എത്ര ശ്രമിച്ചാലും പിണറായി മാത്രം ആവില്ല തെരഞ്ഞെടുപ്പ് വിഷയം. നല്ല സ്ഥാനാർത്ഥികളാവും വിഷയം. വ്യക്തിബന്ധങ്ങൾക്ക് നല്ല വിലയുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് വാർഡുകളിലേത്. നിലമ്പൂരിൽ തന്നെ 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇക്കുറി ലീഡ് ചെയ്ത കോൺഗ്രസിന് എല്ലാം പിടിച്ചെടുക്കാനാവുമോ? ഒരു വാർഡിലെ വലിയ ലീഡ് കൊണ്ട് പഞ്ചായത്ത് വോട്ടിൽ ലീഡ് നേടാനാവും. പക്ഷേ പഞ്ചായത്ത് ഭരണം പിടിക്കാനാവില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പിടിച്ചു നിൽക്കാനാണ് സാധ്യത. പിണറായി സർക്കാരിനെതിരായ ജനവികാരം മനസ്സിലാക്കണം. അതിന് സാധിക്കുന്നില്ല എന്നതാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും വലിയ വീഴ്ച. ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്, CPM അല്ല എന്ന ബോധം മുഖ്യമന്ത്രി പിണറായിക്കുണ്ടാവണം. ഘടകകക്ഷികൾ പോലും പിണറായിയെ ഭയന്ന് ജീവിക്കുന്നു. ഇടതുമുന്നണിയിൽ കാര്യമായ ചർച്ചകൾ നടക്കാറില്ല. പണ്ട് ഇങ്ങനെയായിരുന്നില്ല. ഓരോ മന്ത്രിയെയും ഇടതുമുന്നണി വിളിച്ചു വരുത്തി വിലയിരുത്തിയിരുന്നു. മുന്നണിയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. സാവകാശം പിണറായി ഓരോ പാർട്ടിയെയും ചെറുതാക്കി. മുന്നണിയിലെ ഘടകകക്ഷികളുടെ എല്ലാ സീറ്റുകൾ ഒന്നൊന്നായി CPM സ്വന്തമാക്കി. ജനതാദളിന്റെ കൈവശമുണ്ടായിരുന്ന കോഴിക്കോട് ലോക്സഭാ സീറ്റും CPM ഏറ്റെടുത്തു. അവർ മുന്നണി വിട്ടു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് CPIയുടെ കൈവശമുണ്ടായിരുന്ന പൊന്നാനി സീറ്റ് PDP പിന്തുണയുള്ള സ്വതന്ത്രനു വേണ്ടി CPM ഏറ്റെടുത്തപ്പോൾ സാക്ഷാൽ വെളിയം ഭാർഗവൻ പരസ്യമായി പിണറായിയെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി. അവർ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത്തരം ധൈര്യം ഇന്നത്തെ ഇടതുമുന്നണിയിൽ ഒരു ഘടകകക്ഷിക്കും ഇല്ല. 2014 RSPയുടെ കൈവശമുണ്ടായിരുന്ന കൊല്ലം സീറ്റ് CPM ഏറ്റെടുത്തു. അവർ മുന്നണി വിട്ടു. നവകേരള യാത്രക്കിടയിൽ പാലായിൽ വെച്ച് കേരള കോൺഗ്രസ് MP തോമസ് ചാഴിക്കാടനെ പരസ്യമായി ശാസിക്കുവാൻ പിണറായി കാണിച്ച ധാർഷ്ട്യം കൃത്യമായ സന്ദേശമാണ്. തിരുവായ്ക്ക് എതിർവായില്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് മതിയായ ആഭ്യന്തര വിമർശനങ്ങൾ പോലുമില്ല. ഭരണത്തിലും ഇത് പ്രകടമാണ്. ഘടകകക്ഷികളെപ്പോലും കണക്കിലെടുക്കാതെ അദ്ദേഹം വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. പഴയ ചീഫ് സെക്രട്ടറിമാർക്കെല്ലാം പുനർനിയമനം കൊടുത്തു. തൃശൂർ പൂരം കലക്കിയതിന് ഉത്തരവാദിയെന്ന് CPI കുറ്റപ്പെടുത്തുകയും DGP അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും ചെയ്ത ADGP അജിത് കുമാറിനെ എത്ര വഴിവിട്ടാണ് സഹായിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് മേധാവിക്കുള്ള ലിസ്റ്റിൽ വരെ ഉൾപ്പെടുത്തി. മന്ത്രി വിളിച്ചാൽ എടുക്കാത്ത ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവിയാക്കില്ലെന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ടെങ്കിലും കേന്ദ്രം ക്ലിയർ ചെയ്താൽ പിണറായി തീരുമാനിക്കും. വികസനത്തെക്കുറിച്ച് പിണറായി പറയുന്ന കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാകാത്തവയാണ്. സംസ്ഥാനത്ത് ഉയർന്ന 9 നിലയുള്ള ശീതീകരിച്ച പാർട്ടി ഓഫീസ് പോലെ എന്തെങ്കിലും ഈ 9 വർഷം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായോ? കർഷകന് കൊടുത്തിരുന്ന സഹായങ്ങൾ കുറച്ചു. കേന്ദ്രം തരുന്നത് പോലും കൊടുക്കുന്നില്ല. കൃഷി ഉപേക്ഷിക്കുകയാണ് കർഷകർ. ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടിക്കൊടുക്കാനില്ല. PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ക്ഷേമ പെൻഷൻ. അപ്പോൾ 2 മാസത്തെ ഒന്നിച്ചു കൊടുക്കുവാൻ പണമുണ്ട്. എന്നാൽ എല്ലാ മാസവും കൃത്യമായി കൊടുക്കാൻ പണമില്ല. സർവീസ് പെൻഷൻകാരുടെ പോലെ ക്ഷേമ പെൻഷൻ കൃത്യമാക്കണം. അവരെ പോലെ ഒരുപക്ഷെ അവരെക്കാൾ നാടിനു വേണ്ടി അധ്വാനിച്ചവരാണ് ക്ഷേമ പെൻഷൻകാർ. ക്ഷേമ പെൻഷൻ മാത്രം ഔദാര്യമെന്ന നിലപാട് തെറ്റാണ്. ജനാധിപത്യത്തിലെ രാജാവല്ല മിനിസ്റ്ററാണ് കാര്യങ്ങൾ നടത്തുന്നത്. മിനിസ്റ്റർ എന്ന പദം മന്ത്രിയെന്ന് ആരാവുമോ വിവർത്തനം ചെയ്തത്? മിനിസ്റ്റർ എന്ന വാക്കിന്റെ യഥാർത്ഥ ശുശ്രൂഷകൻ എന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ ഏതെങ്കിലും മന്ത്രിയെയോ കണ്ടാൽ, അവരുടെ യാത്ര കണ്ടാൽ ഇങ്ങനെ തോന്നുമോ? ജനങ്ങൾ തന്ന പദവിയും കാറും ശമ്പളവും എല്ലാമാണെന്ന് ഓർക്കണം. അവരെ പുച്ഛിക്കരുത്. മുഖ്യമന്ത്രി തുല്യരിൽ ഒന്നാമനാകണം. അതിന് മന്ത്രിസഭയിൽ കഴിവുള്ള മന്ത്രിമാർ വേണം. KM മാണിയും ബേബി ജോണും PS ശ്രീനിവാസനും E ചന്ദ്രശേഖരൻ നായരും കോടിയേരിയും ആര്യാടനും CH മുഹമ്മദ് കോയയും ശൈലജ ടീച്ചറും തോമസ് ഐസക്കും G സുധാകരനും വക്കം പുരുഷോത്തമനും എല്ലാം ഉണ്ടായിരുന്ന മന്ത്രിസഭകളിൽ മന്ത്രിമാർ കൊണ്ടുവരുന്ന പരിപാടികൾ സർക്കാരിന്റെ ഇമേജ് കൂട്ടിയിരുന്നു. മാണിയുടെ കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി മുതൽ കാരുണ്യ പദ്ധതി വരെ എത്ര പദ്ധതികളാണ് സർക്കാരിന്റെ തിളക്കം കൂട്ടിയത്? ഇക്കാലത്ത് ഏതെങ്കിലും മന്ത്രി എന്തെങ്കിലും ചെയ്ത് ഇത്തരത്തിൽ സർക്കാരിന്റെ തിളക്കം കൂട്ടിയതായി പറയാമോ? മുഹമ്മദ് റിയാസിന്റെ റോഡുകളും ടൂറിസ്റ്റ് സംവിധാനങ്ങളും സർക്കാരിന് പ്രതിച്ഛായ കൂട്ടിയോ അതോ കുറച്ചോ? ഭരിക്കുന്നവരുടെ ധാർഷ്ട്യം ജനത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. പുതിയ വ്യവസായം തുടങ്ങണമെങ്കിൽ MLAയുടെ ഓഫീസിൽ അപേക്ഷ കൊടുക്കാൻ ഒരു MLA പരിഹസിക്കുന്നത് കേൾക്കുന്ന വ്യവസായിക്ക് മാത്രമല്ല കേൾവിക്കാർക്കാകെ ചൊറിയുന്നുണ്ട്. ബിരിയാണി ചെമ്പുകൾ, സ്വർണം, കള്ളക്കടത്ത്, സ്പ്രിംഗ്ലർ വിവാദം, വീണ വിജയൻ, ശിവശങ്കർ, സ്വപ്ന സുരേഷ്, P ശശി കഥകളും കഥാപാത്രങ്ങളും നിരവധിയുണ്ട്. ഇവർ പറഞ്ഞതും ചെയ്തതും പൊതുസമൂഹത്തിലുണ്ട്.
നീതി നിഷേധിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ സഹതാപം നിറഞ്ഞ കാഴ്ചയായി സമൂഹത്തിൽ നിൽക്കുന്നു. പെൻഷൻ നിഷേധിക്കപ്പെടുന്ന സിസ തോമസ്, ED തലവനായി നിയമിക്കപ്പെടുന്നതിന് NOC കിട്ടാത്ത യോഗേഷ് ഗുപ്ത, ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ വരുന്ന ചീഫ് സെക്രട്ടറി, കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റർ സെൻകുമാറിനെ ശ്വാസം മുട്ടിച്ചത്, സർക്കാർ ചെലവിലെ ഖുർആൻ വിതരണം എന്നിങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. മുസ്ലിം പാർട്ടികളാകെ ജനാധിപത്യ മുന്നണിയിലായിട്ടും പ്രീണനത്തിനായി മുഖ്യമന്ത്രി വല്ലാത്ത ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിലെ തെരുവ് നായകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ ഒന്നും ചെയ്യാനില്ലാത്ത സർക്കാർ ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നു. ഇസ്രായേലിനെ തെമ്മാടി രാജ്യമെന്നൊക്കെ പിണറായി വിളിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? കുറെ മുസ്ലിം തീവ്രവാദികൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതുപോലെ അതിൽ അമർഷം കൊള്ളുന്നവരുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പൗരത്വ നിയമത്തിനെതിരെ മാത്രം പ്രസംഗിച്ചു നടന്നതിന്റെ ഫലം കണ്ടില്ലേ? ഇടതു വലതു മുന്നണികൾ അധികാരം പിടിക്കുന്നതിനായി മത്സരിച്ച് മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ കേരളത്തിലെ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് വലിയ ഭീകരപ്രവർത്തനങ്ങൾക്ക് മുസ്ലിം തീവ്രവാദികൾ പരിപാടിയിടുന്നതായി കണ്ടെത്തപ്പെട്ടു. NIA ജൂൺ 25-ന് കൊച്ചി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അമ്പരിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തലുള്ളത്. 2047-ൽ ഇന്ത്യയിൽ ഇസ്ലാം ഭരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലും നാടിന്റെ പല ഭാഗത്തും വർഗീയ കലാപങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തിയതായി NIA ജൂൺ 25-ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതിനായി അവർ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നും ഒരു മുൻ ജില്ലാ ജഡ്ജി അടക്കം 977 പേരുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണി എന്ന് കരുതുന്നവരെയാണ് ഇങ്ങനെ നിഗ്രഹിക്കുക. പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, KP അൻസാർ, KV സാഹിർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കൊടുത്ത റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. 69-ാം പ്രതി TA അയൂബിന്റെ വീട്ടിൽ നിന്നും 500 പേരുടെ വിവരങ്ങൾ കണ്ടെടുത്തു. 51-ാം പ്രതി സിറാജുദ്ദീന്റെ പക്കൽ നിന്നും 240 പേരുടെ വിവരം കിട്ടി. മാപ്പുസാക്ഷിയായ വ്യക്തിയുടെ കൈകളിൽ നിന്നും 232 പേരുടെ ലിസ്റ്റ് കിട്ടി. ഒളിവിൽ കഴിയുന്ന 15-ാം പ്രതി അബ്ദുൾ വഹാബിന്റെ പേഴ്സിൽ നിന്നും 5 പേരുടെ വിവരം കിട്ടി. വല്ലാതെ ഭയപ്പെടുത്തുന്ന സത്യമാണിത്. കേരളത്തിൽ നടക്കുന്നതൊന്നും എന്തേ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗം അറിയുന്നില്ല? നടപടികൾ ഉണ്ടാകുന്നില്ല. തലയിൽ മുണ്ടിട്ട് തീവ്രവാദി സഹായം മേടിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർന്ന സർക്കാർ വന്നാൽ എന്താവും സ്ഥിതി? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തിയ മറ്റൊരു സത്യം ഇതാണ്: അൻവർ ചില്ലറക്കാരനല്ല. അൻവറിന്റെ കാര്യത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് ജൂൺ 25-ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദൻ സമ്മതിച്ചു. പരമാവധി 5000 വോട്ട് പിടിക്കുമെന്നാണ് കരുതിയത്. അതിൽ കൂടുതൽ പിടിച്ചതോടെ മുന്നണിക്ക് കിട്ടേണ്ട കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടതായി സെക്രട്ടറി സമ്മതിച്ചു. പാർട്ടി വോട്ടുകൾ നന്നായി ചോർന്നതായി മറ്റു നേതാക്കൾ പറഞ്ഞു. വസ്തുനിഷ്ഠമായ പരിശോധനയിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. അൻവറിന്റെ വഞ്ചന വേണ്ടത്ര രീതിയിൽ പ്രതിഫലിപ്പിക്കുവാൻ ഇടതുമുന്നണിക്കായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അൻവറെ എങ്ങനെ ഉപയോഗിക്കണമെന്ന ചിന്ത ഇടതുമുന്നണിയുടെ അജണ്ടയിൽ വീണ്ടും വരുമോ? അധികാരം നിലനിർത്താൻ അവർ എന്തും ചെയ്യാം. ബാർക്കോഴയുടെ പാപഭാരം പേറിയ മാണിക്കാരെ കൂടെ കൂട്ടിയതുപോലെ അൻവറയും. കോടിയേരിയുടെ അഭാവം വല്ലാത്ത ശൂന്യത ഉണ്ടാക്കുന്നു. അൻവറിന്റെ പിണറായി വിരുദ്ധത കെടുത്തണം. അയാളുടെ കയ്യിൽ ഇനിയും ബോംബുകൾ കാണാം. അവ നിർവീര്യമാക്കണമെന്നെല്ലാം അവർ ചിന്തിക്കാം. അൻവറുമായി അനുരഞ്ജനം സാധിക്കുമോ എന്ന് നോക്കണമെന്ന ചിന്ത ജനാധിപത്യ മുന്നണിയിലും ശക്തമായുണ്ട്. മുന്നണിയിലെ എത്ര പേർക്ക് ഒരു മണ്ഡലത്തിൽ 20,000 വോട്ടുണ്ട് എന്ന് ചിന്തിക്കണം. K കരുണാകരൻ പണ്ട് VD സതീശന് കൊടുത്ത ഉപദേശമുണ്ട്. എന്തിനീ ഈർക്കിളികളെയെല്ലാം മുന്നണിയിൽ ചേർക്കുന്നു? അതായിരുന്നു സതീശന്റെ സംശയം. എല്ലാ ഈർക്കിലിക്കും പലയിടത്തും കുറെ വോട്ട് കാണും. അത് നമുക്ക് കിട്ടണം. മുന്നണി ഉണ്ടാക്കുന്നത് നമുക്കൊറ്റയ്ക്ക് അധികാരം പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ? ലീഡർ ചോദിച്ചു പോലും. അൻവറുടെ കയ്യിൽ ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും പരിക്കുണ്ടാക്കാവുന്ന ബോംബുകൾ കാണും. അദ്ദേഹം മലയോര കർഷകരുടെ പോരാളിയാകുന്ന ലക്ഷണമുണ്ട്. അവർക്ക് വേണ്ടി പറയുമ്പോൾ പഴയ ഹരിത MLA-മാർ അടക്കമുള്ളവർ ആക്രമിക്കപ്പെടാം. സതീശനും പരിക്കേൽക്കാം. അൻവറിന്റെ കൈവശമുള്ള ശത്രുസംഹാര മിസൈലുകൾ ഉപയോഗിക്കാനും തങ്ങൾക്കെതിരായവ നിർജീവമാക്കുവാനും ആർക്ക് സാധിക്കും എന്നത് വലിയ ചോദ്യമാണ്. അൻവർ താൻ ആയിരിക്കുന്നതിലും വളരെ വലിയവനാണെന്ന ചിന്തയും അതിനനുസരിച്ചുള്ള വാക്കുകളും ഉപേക്ഷിക്കണം. ധാർഷ്ട്യം അൻവറിനും കൊള്ളില്ല. സാഹചര്യങ്ങൾ ശരിക്കും ഉപയോഗിക്കുവാൻ ഇന്ന് കുഞ്ഞാക്ക ആര്യാടൻ മുഹമ്മദ് ഇല്ല. കുഞ്ഞാപ്പ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. 2011-ൽ ജനാധിപത്യ മുന്നണിക്ക് കഷ്ടിച്ച് ഭൂരിപക്ഷം കിട്ടിയ കാലം. പാലയിലടക്കം തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകാരെ കോൺഗ്രസ് കാലുവാരി. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് മാണിസാർ ശുഭിതനാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ച തുടങ്ങാനാവുന്നില്ല. കുഞ്ഞാപ്പ ഓടി OC-യെ കണ്ടു. മാണിസാർ കുത്തുന്ന ചൂണ്ട തന്നെ ഉണ്ടാക്കി.
പുതിയ മന്ത്രിസഭയിൽ ധനകാര്യം മാണിക്ക്. 1987 കരുണാകരൻ പിടിച്ചെടുത്ത വകുപ്പാണ്. മാണിക്കത് കോൺഗ്രസിനോടുള്ള ഒരു പകരം വീട്ടലുമാണ്. കുഞ്ഞാപ്പയ്ക്കറിയാം. ഓസി സമ്മതിച്ചു, മാണി ജയിച്ചു. കുഞ്ഞാപ്പയുടെ കയ്യിൽ പലതരം മരുന്നുണ്ട്. കാത്തിരിക്കുക. ഷിലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.